ഇത് കേരളം, ഇത് കർണാടക. അപ്പം 90 രൂപ 28 പൈസ കേരളത്തിൽ കിട്ടുന്നില്ല, കർണാടകത്തിൽ കിട്ടുന്നു. ഇപ്പുറത്തെ കരുതാൻ കിട്ടുന്നത്. അപ്പൊ ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ എന്തില്ല. 6 മണിക്ക് ഏത് മണിക്ക് വന്നെല്ലാം എന്തൊരു മജ മജ എന്തല്ലെങ്കിൽ ഒട്രാസ് മജ. ഇഡ്ലിയും സാമ്പാറും തുളാക്ക ചങ്ങായിമാരെ ഞങ്ങൾ ചിക്കമംഗളൂർ യാത്ര ആണ്. ഒരു 2 നാളത്തെ യാത്ര. അപ്പോൾ ചങ്ങായിമാരെല്ലാം 6 മണിക്ക് വരുന്നില്ല. ഉടൻ 6:30 മണിയായി. ഫോൺ വിളിച്ചിട്ട് ബെട്ടിട്ടുണ്ട്. മതി എന്തെങ്കിലും തണ്ണിയെല്ലാം ലോഡാക്കി ഗ്യാസിനുണ്ടാവുണ്ട്. ചായ എല്ലാം വെക്കുന്ന പ്ലാനാണ് ഉള്ളത്. ചായ ഇനി മയക്കെങ്ങനെ ചായ വെക്കും കഴിയുമെന്നില്ലെന്ന് അറിയില്ല. എല്ലാ ട്രിപ്പിലും ഞങ്ങൾ എങ്ങനെ അറിയാം, എല്ലാവരും വരുന്നാൾക്ക് മുന്നേ മോളിലേക്ക് പോയിട്ട് ഷൂ എല്ലാം എടുത്തോണ്ട് വരുന്നത്. ഇന്നലെ ചെരുപ്പ് എടുക്കാൻ പോയത്. ഷൂ ആരും എടുത്തിട്ടില്ല. എന്താ ഈ മയക്ക് ഷൂ ഇട്ടെങ്കിൽ ഷൂവിൽ കാണാൻ കിട്ടല്ല. അപ്പോൾ ചെരുപ്പെല്ലാം എടുത്തോണ്ട് വന്ന് ഒരു ചെരുപ്പ് എടുത്ത് മജ എന്തെങ്കിലും ആ ഒരു ചെരുപ്പിനെ എടുത്തോണ്ട് കയ്യിൽ പിടിച്ച പേര് ക്യാരി ബാഗ് എടുക്കണ്ടേ. അതിലേക്ക് ഒരു എക്സ്ട്രാ കൊടുത്തിട്ട് ക്യാരി ബാഗ് എടുത്തിട്ട് ഒരു ഗമയിൽ പിടിച്ചോണ്ട് വരുന്നത് ചെരുപ്പില്. അങ്ങനെ ചെരുപ്പ് എടുത്തോണ്ടാണ് വന്ന്, ഷൂ എടുത്തിട്ടില്ല. അപ്പൊ ഇപ്പൊ കീനി ഇപ്പൊ ബെട്ട് വീണോണ്ട് അതിനായിട്ട് പിന്നെ ഞാൻ പെടുന്നു. അങ്ങനെ നമ്മളെ സവാദ് ഭായി കേറിക്കൊണ്ടിരിക്കുകയാണ്. സവാദേ എങ്ങനെ കാപ്പിച്ചാനല്ലേ? ഇൻഷാല്ല. ഓക്കെ, അപ്പൊ കേറി. അങ്ങനെ ഒരുത്തനെ പിക്കാക്കി. ഇനിയിപ്പോ ബാക്കിയുള്ളവർ ബെട്ടിട്ട് വന്നിരിക്കും ഉറപ്പായിട്ടല്ല. എത്ര മണിക്ക് 4 മണിക്ക് 4 മണിക്ക് വന്നിട്ട് 6 മണിക്ക് ഞാൻ ചെല്ലത്. 6:30 മണിയായി. ഇപ്പൊ ബെട്ടിന് പൂരായിട്ടുണ്ടാവും. അങ്ങനെ പുഷ്പ വന്ന് പുഷ്പ എൻട്രി ആയി. ഹാല പുഷ്പ, ഗുഡ് മോർണിംഗ് ബാ. അങ്ങനെ പുഷ്പനെ എൻട്രി ആയി. കുറച്ച് കൈയിട്ട് നീ ഓട്ടാവാ പുഷ്പ. ഞാൻ വീഡിയോ ആയിക്കൊണ്ട് വരുന്നത്, നീ ഓട്ടായി കുറച്ച് അപ്പുറം കഴിഞ്ഞിട്ട്. ഓക്കെ സെറ്റ് അല്ലേ? ബാഗ് എല്ലാം പിടിച്ചിട്ട് വന്നിനി. അപ്പൊ സവാദ് ഇവിടെ പാട്ടിന്റെ റെഡി ആയിക്കൊണ്ട്. ഏതാ പാട്ട് കിട്ടിയാറാ? കിട്ടുന്നില്ലേ? നോക്ക്. അപ്പൊ ചങ്ങായിമാരെ ഞാൻ ഇപ്പൊ കേരളത്തുള്ളത്. ഇതാണ് കർണാടക, ഇത് കേരളം, ഇത് കർണാടക. അപ്പൊ നമ്മളെ നാട് ഇത് കെതുമ്പാടിയാണ് ഉള്ളത് പേര്. ചെറിയൊരു ജംഗ്ഷൻ. ഞങ്ങൾ ചിക്കമംഗളൂർ ട്രിപ്പിൽ ജസ്റ്റ് സുബൈ കാര്യം ഇരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു ബ്ലോഗ് ആക്കിയിട്ടാണ് നാട്ടിൽ. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയണം. അപ്പോൾ ഇത് കേരളത്തെ ബിൽഡിങ്, അപ്പോൾ ഇത് കർണാടക ബിൽഡിങ്. അപ്പോൾ എന്ത് സ്പെഷ്യൽ ചെയ്യില്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് ഈ തമ്പാക്ക് ബഗ്ഗെ, വിമല്, ചൈനിക്കൈനി, ഇങ്ങനത്തെ കൂളിപ്പ് ബഗ്ഗെ ഇങ്ങനത്തെ പ്രൊമോട്ടാക്കുന്നല്ല സംഭവം ചെന്നാൽ ഇങ്ങനത്തെ എല്ലാം കേരളത്തിൽ കിട്ടുന്നില്ല, കർണാടകത്തിൽ കിട്ടുന്നു. ഇപ്പുറത്തെ കരുതാൻ കിട്ടുന്നത്. അപ്പോൾ ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ എന്തില്ല. അത് മാത്രമല്ല സ്പെഷ്യൽ കർണാടക. ഈ റോഡുണ്ടല്ലേ, ഇത് കേരള റോഡ്. അപ്പുറത്തെ റോഡ് മീത്തല വരുന്നത്, റിക്ഷ വരുന്നത്, ആ റോഡ് കർണാടക റോഡ്. അത് മാത്രമല്ല ഇതാ ഈ റോഡ് കർണാടക റോഡ്. ഞാൻ ഫസ്റ്റ് കാണിച്ച അത് കാണിക്കും. വർക്കാടി പഞ്ചായത്താണ് ഞങ്ങൾ പെടുന്നത്. ഈല പോയെങ്കിൽ നമുക്ക് ചെയ്ത മഞ്ചേശ്വരം ജസ്റ്റ് 6 കിലോമീറ്റർ. നാഷണൽ ഹൈവേ 66 ആണ് കിട്ടുന്നത്. അപ്പം ഈല പോയെങ്കിൽ ഇതാ ഈ റോട്ടിൽ പോയെങ്കിലാണ് തലപ്പാടി ടോൾ ഗേറ്റിൻ്റെ അവിടെ കാണാൻ എത്തുന്ന പോയിട്ട് 5 കിലോമീറ്റർ. ഈല പോയെങ്കിൽ ദേർലക്കട്ടെ, മഞ്ചനാടി, പിന്നെ നാട്ടക്കല്ല്, തൊക്കോട്ടെല്ലാം പോകണമെങ്കിൽ ഈല പോകണം. ജസ്റ്റ് 10 കിലോമീറ്ററാണ് നമുക്ക് ദേർലക്കട്ടക്കുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജംഗ്ഷൻ. അവിടെ ലാസ്റ്റാണ് എൻ്റെ മൊബൈൽ ഷോപ്പുള്ള കേരളത്തിൽ. പിന്നെ ഇപ്പോഴത്തെ സൈഡ് ഹോട്ടൽ കർണാടക. അവിടെ ബോർഡറിൽ മാറ്റം എന്തായാലും ഈ റോഡിലുള്ള ഇപ്പോഴത്തെ ബിൽഡിംഗ് എല്ലാം കേരളത്തത്, ഇപ്പോഴത്തെ ബിൽഡിംഗ് എല്ലാം കർണാടക. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ പ്രത്യേകത. ഇനിയിപ്പോൾ പോകുന്ന കാഴ്ചയും ചിക്കമംഗളൂരിൻ്റെ കാഴ്ചയെല്ലാം കാണിക്കാം. പിന്നെ നമ്മൾ ഈ ക്യാമറ പിടിച്ചുകൊണ്ടുള്ള ആര് കാണിക്കണ്ടേ? ഇത് നമ്മളെ സവാദ് ഭായാണ് ക്യാമറ പിടിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ ഈ ബിൽഡിംഗ് കർണാടക ബിൽഡിംഗ്, ഇത് കേരളത്തിൽ നിന്ന് വരുന്ന റോഡാണ്. ഓക്കെ, അപ്പോൾ ചെറിയ ജംഗ്ഷൻ ഓപ്പൺ ആയിട്ടില്ല. ഒരു ഹോട്ടൽ മാത്രം ഓപ്പൺ ആയിന് നടുവത്തുള്ള. ഇത് കർണാടകത്തെ ഹോട്ടൽ. ഇതിപ്പോൾ ഹോട്ടൽ കർണാടകത്തുള്ള, ഇതിപ്പോൾ കേരളത്തുള്ള ബിൽഡിംഗ്. ഈ റോഡ് കേരളത്തിൽ, ഇപ്പോഴത്തെ റോഡ് കർണാടക. അപ്പോൾ ഇതൊരു മജ തന്നെയല്ലേ? അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി എന്താക്കാ ചെല്ലെങ്കിൽ ഞാനിനി പോകുമ്പോഴൊക്കെയുള്ള വീഡിയോസ് എല്ലാം ഇടാം. അപ്പോൾ ബൈ ഗൈസ്. നമ്മളെ ചങ്ങായിമാരെല്ലാം എത്തി. ഇതാ പുഷ്പ, നജീബ് എത്തി, ഇത് സംസുബായി എത്തി, ഇത് ജാബി അവിടെ ഉണ്ട്. ജാബി ഹാല. അപ്പോ ഞങ്ങൾ യാത്ര തുടങ്ങി ചിക്കമംഗളൂർക്കുള്ള യാത്ര. അപ്പൊ ഇനി പോകുമ്പോഴത്തെ ഉള്ള കാഴ്ച എല്ലാം നിങ്ങൾക്ക് കാണിച്ചോണ്ടേ പോന്നെ. പിന്നെ കുറെ പാട്ടെല്ലാം വരും, നല്ല അല്ലേ? പിന്നെ റിമിക്സ് പാട്ടെല്ലാം വരും. ബാക്കിൽ നിന്ന് റെഡി ആയിക്കൊണ്ട് പ്രിപ്പയർ ആകുന്നത്ര. 6 മണിക്ക് ഏത് മണിക്ക് വന്നെല്ലാം ഞാൻ 6:30 മണിക്ക് വന്നാ. നിങ്ങൾ ഏത് മണിയാണ് എന്താക്കി അവിടെ
ബാക്ക് സുറൊന്ന് ടോയ്ലറ്റിൽ പോയി 5:30 മണിക്ക് എണിച്ചിലൂടെ എഞ്ചിനൊക്കെ റെഡിയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ റെഡി ടോട്ടലായിട്ട് ഞങ്ങൾ 7 മണിക്ക് യാത്ര തുടങ്ങി. അപ്പൊ നോക്കാം ഇൻഷാ അല്ലാ. ഓക്കെ, ഞമ്മോ ഭാരത് പെട്രോൾ പമ്പ്. ഇവിടെ പേരെന്താ? മിത്തക്കോടിയാ? മിത്തക്കോടി മുടിപ്പ് കഴിഞ്ഞിട്ട് മിത്തക്കോടി. നജീബ് കൂടെ സെറ്റായി പോകുന്നുണ്ട്. ഓണ്ടു കിഞ്ഞിട്ടില്ലേ പറയുന്നത് ജാബേ? ആ പിന്നെ ഇവിടെ എന്തായാലും ഡീസലിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കാണിക്കാം. 90 രൂപ 28 പൈസ അല്ലേ? ഡെൻസിറ്റി 830. നിന്റെ പേരെന്തരാ? മുസ്തഫ. നാടോടെ മുസ്തഫ ആണ് നമുക്ക് ഡീസൽ ഇട്ടുകൊണ്ടുള്ളത്. കേരളത്തിനാട്ടി ഡീസൽ കൂടെ 7 രൂപ കുറച്ചും. അപ്പോൾ ഇവിടെ എത്ര? കർണാടകയിൽ 90 രൂപ 28 പൈസ. അപ്പോൾ 7 രൂപ കുറച്ചുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കർണാടകയിൽ ഡീസൽ ഇട്ടത്. അപ്പോൾ നമ്മളെ വണ്ടി 182 182 സെയിം എൻ്റെ അൾട്ടോൻ്റെ ഇത് തന്നെ. പുഷ്പ ഞാൻ ആക്കുന്ന പോയി. അപ്പോൾ ഇനി ಬೆಳ್ತಂಗಡಿ ಧರ್ಮಸ್ಥಳ ಬೇಲೂರು 30 കിലോമീറ്റർ. ಬೇಲೂರು പോയി. എന്തൊരു മജ. നല്ല ക്ലൈമറ്റ്, നല്ല വൈബ്. ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ട് വെയിറ്റിംഗിൽ സംസു എന്ത് ഓർഡർ ആക്കിയ? ബൺസ്. നജീബു അത്ര ടൈമിങ് ചെന്നില്ല. പിന്നെ ടൈം വേസ്റ്റ് ആണ്. പേയ്മെന്റ് എല്ലാം ഉണ്ട്. ഞാൻ ഇഡ്ഡലി എന്ത് വരുന്ന വന്ന് സാധനം പൂരി വന്നു. തിന്ന് മജ എന്തല്ലെങ്കിൽ ഒട്രാസ് മജ. ഇഡ്ഡലിയും സാമ്പാറും ചായ പിന്നെ ചെല്ലണ്ടേ വേണ്ട. തിന്നള് മുണ്ടോന് പോലും പുറത്തില്ലോ. ബാക്കൊരു പൂരി ഭാജിക്ക് ഒരു വാട്ടർ ആക്കിയിട്ട് വരും പൂരി ഭാജി. അതാ വന്ന് പൂരി ഭാജി. നമ്മളെ ചങ്ങായിമാരെ വിഷയം എന്തെങ്കിലും അവിടെ പമ്പിൽ നിൽപ്പിക്കണം. പോയിക്കൊണ്ടേ വേണം പമ്പിലേക്ക് ഡീസൽ വീത്തണില്ല. ഓരോ ഡീസലിനെ കാലിയാക്കാനാണ് അവിടെ നിൽപ്പിക്കുന്നത്. ഇപ്പോൾ ഉജിര കഴിഞ്ഞിട്ട് ഒരു പമ്പിലാണ് നിൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ പോകുന്നത് നമ്മളെ ഇവിടെ ചാർമാടി എന്തിരാ ഘാട്ടിൻ്റെ പേരെന്തിരാ? ചാർമാടി ഘാട്ടിനല്ലേ? ആ ചാർമാടി ഘാട്ടി. അവിടുത്തെ ഒരു സീനല്ലേ നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. അപ്പോൾ അപ്പോൾ ഓക്കെ. ജോള മോനെ ഇതെല്ലാം കാണല് കാഴ്ചയല്ലേ? ഇതെല്ലാം വന്നിട്ട് നോക്കണം. ഒരിക്കൽ വന്നിട്ട് ഇതെല്ലാം ആസ്വദിക്കണം കണ്ടിട്ട്. ഇങ്ങനെ മുട്ടിച്ചോണ്ടല്ലോ പോകുന്നതല്ലേ KSRTC ഓടിയിൽ. ഇതിലൊരു ഇങ്ങനെ വൈബ് എന്തെങ്കിലും നല്ല ക്ലൈമറ്റും നല്ല കാഴ്ചവും മഞ്ഞ് മല ഇങ്ങനെ മൂടിയിട്ടുള്ള സീനും പിന്നെ ഓരോരോ കുറെ വറങ്ങുന്ന പോലത്തെ പിരാന്ത് കെട്ടളും അങ്ങനെയുള്ള ഇതെല്ലാം പുഷ്പന്റെ ഒരു ഡയലോഗും ഇങ്ങനെയുള്ള കാണുമ്പോക്കില്ലേ പിന്നെ എന്തും വേണ്ട. നാട്ടിൽ നിന്ന് ഒരിക്കൽ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ലേ ഇങ്ങനെ നല്ല ഫ്രീ ആക്കണമെങ്കിൽ ഇങ്ങനെ വരണോ. വന്നിട്ട് കുറച്ച് മൈൻഡ് ഫ്രീ ആവണം. എന്ത് കിട്ടുന്ന യാത്രകളില്ലെങ്കിൽ ഇതന്നെ ഇങ്ങനത്തെ ഒരു ആസ്വദിക്കാൻ കിട്ടുന്ന നല്ലത്. ഇല്ല ഇതോടെ നമ്മളെ ഫാനെല്ലാം വിട്ടാക്കി. ഇത് എങ്ങനെ വെച്ചില്ലെങ്കിൽ സംഭവം ചൂടായെങ്കിൽ മാത്രം തീരുന്നത്. ചൂടാക്കില്ലെങ്കിൽ അത് ഇത് സോളാർ അങ്ങനെ വേറെ ചൂടായി തിരിച്ചിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ ടർൺ ആണ്. നല്ല ടർൺ. ഈ ടർണിലൊരു മജന്നെ പോന്ത് പോയി ആവും എടുക്കാം. ये देखो यार, उधर टॉप देखो. बढ़िया इधर बारिश नहीं है भाई, इधर भी फेल है. बढ़िया
ചിക്കമംഗ്ലൂർക്ക് പോകുമ്പോൾ ചാർമാടി ഘാട്ടിൽ നടുവത്തേക്ക് എത്തിയിട്ടാകുമ്പോൾ ഒരു സീനുണ്ട്. എല്ലാവരും നിപ്പിച്ചിട്ട് അവിടെ എല്ലാം ഫോട്ടോ എടുക്കുന്ന ജാഗയാണ് അത്. അപ്പോൾ ഇതാണ് ആ പ്ലേസ്. അതിൻ്റെ ബാക്ക് സീനെല്ലാം കാണിക്കാണ്ട്. ബാക്ക് സീനെ ബാക്ക് ക്യാമറയിൽ തന്നെ കാണിക്കണം, ഇല്ലെങ്കിൽ മജയില്ല. എല്ലാം ഡേഞ്ചർ പ്ലേസ് നിപ്പിക്കുന്നത്. ഒരു ചെറിയ ജാഗ കിട്ടി അവിടെ നിപ്പിക്കുന്നത്. അത് അപ്പുറ സൈഡ് നിപ്പിച്ചില്ല, അതിൻ്റെ അപ്പുറത്ത് തന്നെ നിപ്പിച്ചിനി. അപ്പോൾ ഒരു ബാക്ക് സീനെല്ലാം ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്ക് വീണൊന്നുമില്ല. എടുക്കാം സംസ പിക്കേട്ടാ അവൻ്റെ മാറെ. ചാർമാടി ഘാട്ടില് ഭയങ്കര മഞ്ഞ്, അടിപൊളി വൈബ്, നല്ല മജ, നല്ല ക്ലൈമറ്റ്. ചളി എന്ത് ചളി എന്തില്ല ഇവിടെ. ഒട്ടാസി മജ എല്ലാം ഇതിവിടെ ആസ്വദിച്ചോണ്ടുണ്ട്. പുറത്ത് നോക്കിട്ട് ബൈ. ചളിയായിക്കൊണ്ടില്ലല്ലേ? ചളി കഴിഞ്ഞ് തുടങ്ങും ഇപ്പൊ. ആഹാ എന്ത് മജാറോ ഇതെല്ലാരും കാണേണ്ട കാഴ്ച അല്ലേ? എനക്ക് എത്ര കുറി ബന്ധങ്ങും വെടിയാത്തൊരു പ്ലേസ് ആണ് ചിക്കമംഗ്ലൂർ. അതെന്നല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാഴ്ചയും ഇങ്ങനത്തെ മഞ്ഞും ഇങ്ങനത്തെ ഒരു കാട്ടിലെ പോകുന്ന ഒരു സീനും ഈ തണ്ണി പീണോണ്ടുള്ള ഒരു ഇങ്ങനത്തെ ഇപ്പൊ നോക്കിയത് ഈ സൈഡിലെല്ലാം ഇങ്ങനെ ഈ തണ്ണി പീണോണ്ടുള്ള ഒരു സീനെല്ലാം കണ്ടോണ്ടില്ലേ പോകുമ്പോക്കില്ലേ മൈൻഡ് എന്തോ ഒരു ഫ്രീ ആണോ? അതന്നെ ഇല്ല അവിടെ വണ്ടിയുണ്ട്. ಏನಾಗಲಿ ಮುಂದೆ ಸಾಗುನಿ ಬಯಸಿದ್ದೆಲ್ಲ ಸಿಗದು ಬಾಳಲಿ, ಬಯಸಿದ್ದೆಲ್ಲ ಸಿಗದು ಬಾಳಲಿ. ಓ ನಾನೇ ನನ್ನ ಮಾತು ಸುಳ್ಳಲ್ಲ. ತುಳುಕ ದಾಲಾವಡಿ ತುಂಬು ಪಾವಡಿ ನೆಂತಿನ ಮಾತ ಕೈಕಿ ತಿಕ್ಕಡಿ, ನೆಂತಿನ ಮಾತ ಕೈಕಿ ತಿಕ್ಕಡಿ. ಓ എന്നാനെ എന്ന പാത്തര സുല്ലത്തി, ഓ എന്നാജ എന്ന പാത്തര സുല്ലത്തി. കോപ്പിന കാലല കൽപ്പൗന പാട്ടല ಮರಪಂದ ಮನಸಿಡೆ ಈ ದಿಲಗೆ ಇನಿಲ ಎಲ್ಲೆಲ ಒಂಜಿ ದಿನ ಜೀವನಡು ഗായ്സ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കൊട്ടിക്കാരൻ്റെ സ്പെഷ്യൽ എന്തെങ്കിലും ഇവിടെ എല്ലാ ഹോട്ടലിൽ ദോശ, നീർ ദോശയാണ് സ്പെഷ്യൽ കൊട്ടിക്കാരൽ. പിന്നെ നമ്മൾ കുറച്ച് താഴെ നാശമായിട്ട് വന്നത് കൊണ്ട് കൊട്ടിക്കാരൽ നാശാക്കുന്നില്ല. അപ്പോൾ ഫുള്ള് ഇവിടെ തലേന്നല്ല ഹയ്യസ്റ്റ് ആൾക്കാർ ദോശയാണ് ഇവിടെ തിന്നുന്നത്. എല്ലാ ഹോട്ടലിലും ദോശ ഉണ്ട്, നീർ ദോശ. അപ്പോൾ ഞങ്ങൾ ഹയ്യസ്റ്റ് കൊട്ടിക്കാരൊക്കെ വന്നെങ്കിൽ അനിൽ ബായിൻ്റെ ഒരു അനിൽ ഹോട്ടലിൽ ചെല്ലിട്ടുണ്ട്, അവിടെയാണ് തിന്നുള്ളത്. മാത്രം ഇന്ന് ബിയ്യം നാശാക്കിയത് കൊണ്ട് ഇന്ന് അനിൽ ബായിൻ്റെ ഇത് മിസ്സായി. ബാക്കി എല്ലായിടത്തും ദോശ. ഇവിടെ സ്പെഷ്യലാണ് കൊടുത്തത് ദോശ, പിന്നെ സോഡ. അപ്പോൾ പുഷ്പ ജസ്റ്റ് നിപ്പിച്ച് അങ്ങനെയാണ് ഞങ്ങൾ കൊട്ടിക്കാരൽ തിരിഞ്ഞത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പോകുന്നതാണ് മൂടുകേരയിൽ ഒരു സീനായിട്ട്. അസ്സലാമു അലൈക്കും. എന്ത് പേര്? വീഡിയോസ് എല്ലാം കാണുന്ന ഇതാ നിങ്ങൾ ഹോട്ടലാണ്? ഇത് ഹോട്ടലാണ്. അപ്പോൾ ഞാൻ ചെല്ലില്ല കൊട്ടിക്കാരൽ ഹോട്ടൽ നീർ ദോശ കോർണർ. ഇത് ഊർത്ത ആളാണ് നമുക്ക് വന്നിട്ട് നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്നല്ല. എന്ത് പേര് ചെല്ലേ? അബ്ബാസ് അല്ലേ? ഓക്കെ, കണ്ടതിൽ സന്തോഷം. ഇൻഷാല്ലാ വരുമ്പോൾ വരാം. ചിക്കമംഗ്ലൂർ. നിങ്ങൾ ദോശ സ്പെഷ്യലാ? ഇവിടെ കൊട്ടിക്കാരലെ മെയിൻ ദോശ തന്നെ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ പറ്റല്ലേ? ഓക്കെ. വട്ടിയെല്ലാം അങ്ങനെ ആക്കുന്നത് നിങ്ങൾ കാണിക്കണ്ടേ? സൂപ്പർ. പൂൻ്റെ സീൻ നോക്കിയല്ല, അടിപൊളി പൂൻ്റെ വീഡിയോ. നാട്ടിൽ തന്നെ ആട്ടി പെട്രോൾക്ക് എത്രയാറ്?
आज का दिन का स्पेशल क्या है? भानुवारा संते बोलता है, भानुवारा संते. ആ ബാബുടെങ്കിൽ എത്തുന്നതായിട്ട് മുന്നേ ഭയങ്കര ബ്ലോക്ക് ഉണ്ട്. സവാദ് ഗുൾഗുൽ മേടിയ ഇപ്പാണ് ചളി തുടങ്ങിയത്. ചളി